ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷിബു റാവുത്തർ. ജോയ് ആലൂക്കാസ് ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ ക്യാൻസർ രോഗികൾക്ക് ചികിത്സാ ധനസഹായം വിതരണം ചെയ്തു. ജോയ് ആലൂക്കാസ് ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ ക്യാൻസർ രോഗികൾക്ക് ഒരുമിക്കാം പ്രത്യാശയ്ക്കായി പദ്ധതി പ്രകാരം 1500 ക്യാൻസർ രോഗികൾക്ക് 3 കോടി രൂപയുടെ ചികിത്സാ ധനസഹായ വിതരണത്തിൻ്റെ ഭാഗമായി കൊല്ലം ജില്ലയിൽ 150 പേഷ്യൻറ്റിനുള്ള 30 ലക്ഷം രൂപയുടെ ചികിത്സാ ധനസഹായമാണ് വിതരണം ചെയ്തത്. ചടങ്ങ് കൊല്ലം MP ശ്രീ NK പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായി കമ്പനിയുടെ സാമൂഹ്യ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായി നടപ്പാക്കുന്ന ജീവകാരുണ്യ പദ്ധതിയാണ് ഒരുമിക്കാം പ്രത്യാശയ്ക്കായി എന്ന നാമകരണത്തോടുകൂടി സംസ്ഥാനത്തൊട്ടാകെ 10 കേന്ദ്രങ്ങളിലായി 1500ഓളം അർബുദ രോഗബാധിതർക്ക് 20,000 രൂപ ക്രമത്തിൽ 3 കോടി രൂപയുടെ ആശ്വാസ ധനസഹായം വിതരണം ചെയ്തു. ബഹുമാനപ്പെട്ട മേയർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജോയ് ആലൂക്കാസ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഏറ്റവും മാതൃകാപരമായ ശ്ലാഘനീയമായ ജീവകാരുണ്യ പ്രവർത്തനമാണ് പ്രത്യാശയോടുകൂടി അല്ലെങ്കിൽ പ്രത്യാശയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിക്കാമെന്ന സന്ദേശവുമായി നിങ്ങൾ ഈ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന ഈ സംരംഭം, ഈ പദ്ധതി ഏതാണ്ട് 250-300ഓളം പേർ ഈ സ്ഥാപനത്തിൽ പണിയെടുക്കുന്നുണ്ട്. അതുപോലെ ഇത്തരത്തിലുള്ള നിരവധിയായ നല്ല കാര്യങ്ങൾ സന്നദ്ധ പ്രവർത്തന രംഗത്ത്, നാടിന്റെ വികസനോന്മുഖ പ്രവർത്തനങ്ങളിൽ നിരവധിയായ നല്ല കാര്യങ്ങൾ ഇവരുടെ നേതൃത്വത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള സംരംഭങ്ങളും മൂലധന നിക്ഷേപങ്ങളും നാട്ടിൽ വരുമ്പോഴാണ് നാടിന്റെ വളർച്ചയും നാടിന്റെ വികസനവും പുരോഗതിയും കൈവരിക്കാൻ നമുക്ക് കഴിയുന്നത്. അപ്പൊ ഇത്തരം സംരംഭകരെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതും നമ്മുടെ സാമൂഹ്യമായ ഉത്തരവാദിത്വമാണ്, നാടിന്റെയും ജനങ്ങളുടെയും സാമൂഹ്യമായ ഉത്തരവാദിത്വമാണ്. ആ നിലയിൽ കണ്ടുകൊണ്ട് ജോയ് ആലൂക്കാസ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ 150 പേർക്ക് 20,000 രൂപ ക്രമത്തിൽ ഇന്ന് തന്നെ 30 ലക്ഷം രൂപ നിമിഷങ്ങൾക്കുള്ളിൽ. കൊല്ലം കോർപ്പറേഷൻ മേയർ ശ്രീ AK ഹഫീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജോയ് ആലൂക്കാസ് ഫൗണ്ടേഷന്റെ സീനിയർ ഓഫീസർ ശ്രീ റിബിൻ പോൾ സ്വാഗതവും ജോളി സിൽക്സ് റീജിയണൽ മാനേജർ ശ്രീ മഹേഷ് MJ കൃതജ്ഞതയും രേഖപ്പെടുത്തി. ഒരുപക്ഷേ നമ്മുടെ കുടുംബം മുഴുവൻ വിറ്റാലും കുടുംബത്തിലുള്ളതും പരിസര പ്രദേശത്തുള്ളതും ആയ ഭൂമി പോലും വിറ്റ് ചികിത്സിക്കേണ്ടി വരുന്നൊരു രോഗ രീതിയാണ് ക്യാൻസറിൻ്റേത്. ആ ചികിത്സാ രീതിയാണ് ആരൊക്കെ എത്രയൊക്കെ സഹായിച്ചാലും അത് മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും വീണ്ടും ആവശ്യങ്ങൾ വേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഈ രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്. കൊല്ലം ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി, കൊല്ലം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി B ജയന്തി, കൊല്ലം DMO ഡോക്ടർ ശ്രീജ AL, കൊല്ലം കോർപ്പറേഷൻ ടൗൺ പ്ലാനിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ കുരുവിള ജോസഫ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. സഹോദരങ്ങളെ, ഒരുമിക്കാം പ്രത്യാശയ്ക്കായി എന്ന സന്ദേശത്തോടെ ക്യാൻസർ രോഗികൾക്ക് ചികിത്സാ പിന്തുണ നൽകുന്ന ഏറെ പ്രത്യേകമായ ജോയ് ആലൂക്കാസ് ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ അത് നൽകുന്ന ഈ അവസരത്തിൽ ആദ്യമായി ഞാൻ ജോയ് ആലൂക്കാസ് ഫൗണ്ടേഷനിലെ എല്ലാ അംഗങ്ങൾക്കും, ജോയ് ആലൂക്കാസ് ഗ്രൂപ്പിലെ എല്ലാ പ്രവർത്തകർക്കും ദൈവാനുഗ്രഹവും കൂടുതൽ നന്മ ചെയ്യുവാൻ കൂടുതൽ കരുത്തും ശക്തിയും ദൈവം നൽകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയാണ്. ദൈവം നിങ്ങളുടെ സന്മനസ്സിനെ അനുഗ്രഹിച്ച് അത് കൂടുതൽ നന്മയ്ക്കായി സമൂഹത്തിന് കൂടുതൽ പ്രകാശപൂർണമായ ജീവിതം നയിക്കുന്നതിന്, പ്രത്യാശയോടെ മുന്നോട്ട് നീങ്ങുന്നതിന് അത് സഹായിക്കട്ടെ. കൊല്ലം കോർപ്പറേഷൻ വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ MS ഗോപകുമാർ, ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി ശ്രീ കലയപുരം ജോസ്, RP ബാങ്കേഴ്സ് MD ശ്രീ പ്രകാശൻ പിള്ള, കരുതൽ അക്കാദമി ചെയർമാൻ ജോർജ് F സേവ്യർ വലിയ വീടൻ, കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി സംസ്ഥാന ചീഫ് മീഡിയ കോർഡിനേറ്റർ ഷിബു റാവുത്തർ,
സാന്ത്വനം റേഡിയോ ജോക്കി രജനി ഗിരീഷ്, ജോയ് ആലൂക്കാസ് റീജിയണൽ മാനേജർ ശ്രീ ജെയ്സൺ TS, മാനേജർ അരുൺകുമാർ TM, അസിസ്റ്റന്റ് മാനേജർമാരായ സന്തോഷ് കുമാർ, സുർജിത്ത്, PRO വിശ്വശരൻ പിള്ള, ഫൗണ്ടേഷൻ പ്രതിനിധി ശ്രീ പോൾ, ജോയ് ആലൂക്കാസ് ജോളി സിൽക്ക് സ്റ്റാഫുകളും 150ഓളം ഗുണഭോക്താക്കളും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, കൊല്ലം.